മനസ്സിലാക്കാൻ സാധിക്കാത്തതായ നേട്ടങ്ങൾ മനുഷ്യൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വെറും 10 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുവാൻ മാത്രമേ മനുഷ്യന് സാധിച്ചിരുന്നുള്ളൂ. അത് നിന്ന് 100 മൈൽ വേഗത്തിലായി തീരുവാനായിട്ട് നീണ്ട 8000 കൊല്ലങ്ങൾ എടുത്തു എന്നാണ് മാനവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ 100 മൈലിൽ നിന്ന് 4 മൈലായി തീരുവാൻ വെറും 50 കൊല്ലങ്ങളെ ഈ നൂറ്റാണ്ടിലാദ്യ കാലത്ത് അവർക്ക് എടുക്കേണ്ടി വന്നു. ആ 100 മൈലിൽ നിന്ന് 400 മൈലിൽ നിന്ന് ഇപ്പോൾ 24,000 മൈൽ വേഗതയിലേക്ക് മനുഷ്യൻ പായുകയാണ്. അത്രമാത്രം ചന്ദ്രനിലേക്ക് മറ്റും 24,000 മൈൽ മണിക്കൂർ വേഗതയിൽ പായുമ്പോൾ ചുറ്റുമുള്ളവരെ കാണുവാനും സൃഷ്ടിക്കുവാനും സമയമില്ലാത്ത വ്യവസ്ഥാവിശേഷത്തിലുള്ളതായ രീതിയാണ്. അങ്ങനെ പായുന്ന മനുഷ്യനിൽ നിന്ന് സന്തോഷം സംതൃപ്തിയും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇന്ന് ഓരോ മനുഷ്യനും മറ്റു രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും മതകാര്യങ്ങളിൽ ചേർന്നുകൊണ്ട് അതിനുവേണ്ടി സമാധാനം ശാന്തിക്കും വേണ്ടി പലർക്കും പാടില്ല. കോണികളുടെ ഇലക്ട്രണമായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ യുവത്തിടമ്പുകൾ, അമേരിക്കൻ ഐക്യനാടിലെ ആളുകൾ, യൂറോപ്പിൽ നിന്നുള്ള യുവാക്കന്മാർ ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ അഭിനയം തേടുന്നത് സമാധാനത്തിന്റെ ശാന്തിയില്ല. അവർ മയക്കുമരുന്ന് അടിമപ്പെട്ടു, ജടികസ്വങ്ങൾക്കുള്ളിൽ പരിചരണവും സമാധാനം ശാന്തിയും കണ്ടെത്തിയില്ല. ഒരു നമുക്ക് എടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിപ്പോൾ സ്നേഹവായ്പിന്റെ തുടർന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തുവാൻ സാധിക്കും. തെറ്റുകളോ കുറ്റങ്ങളോ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ട് എടുക്കാൻ സാധിക്കും. നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സ്നേഹം മറ്റുള്ളവരിൽ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടാണ്. കർത്താവ് പറയുന്നു, നീ വലിയ തോട്ടങ്ങൾ സമ്പാദിച്ചോ, വ്യവസായശാലകൾ തുടങ്ങിയോ, നീ ഇതെല്ലാം നേടി ചോദിക്കുന്നില്ല. എനിക്ക് തന്നു, ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചു കുടിക്കുവാൻ തന്നു, ഞാൻ ഭക്തനായി ചുറ്റും തന്നു. അതുകൊണ്ട് നിങ്ങൾക്കായി ശക്തമായ സ്വകാര്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് മാത്രമാണ് അപേക്ഷയുടെ അവസാന ദിവസത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതായ ഭൗമിക നേട്ടങ്ങളെ സഹോദരങ്ങളുടെ കണ്ണുനീര് കുറയ്ക്കുവാനായിട്ട് അത് ഉപയോഗിക്കണം സാധിക്കുമെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാവുമെന്ന് അജോച്ചേട്ടൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇതിന്റെ പരിശുദ്ധാദൂതന്മാരെ നിയോഗിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരിച്ചു ചെയ്യാൻ അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന്റെ മൊത്തത്തിലുള്ള വലിയ ആത്മാവിനെ പ്രകാശിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം.
പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനം ചെയ്യപ്പെടുന്നതിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്ര ആരംഭിക്കുകയാണ്. ആളുകൾ ദയവായിട്ട് മുമ്പോട്ട് വഴി അതിനായിട്ട് ക്രമമായിട്ട് എല്ലാവരും കരുതിയിൽ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
നല്ലോ ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ വിടരും മുമ്പേ പൂകൾ പടർന്നു വീഴും ഭൂമിയിൽ വിടരും മുമ്പേ പൂകൾ പടർന്നു വീഴും ഭൂമിയിൽ ആരു നിന്നെ ഓർക്കുവാൻ നീ മറഞ്ഞു പോകിൽ മനുഷ്യ മണ്ണാകുന്നു നീ മണ്ണു കൊണ്ടു തീർത്തു നിന്നെ മണ്ണിലയക്കുന്നു ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ പാരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ മരണം പാപത്തിൻ ശമ്പളം അതിനു വേണ്ടി ജീവിതം മരണം പാപത്തിൻ ശമ്പളം അതിനു വേണ്ടി ജീവിതം അതിൻ്റെ കയ്യിൽ അഖിലവും ഒരുപോലല്ലോ ഏവരും മനുഷ്യ മണ്ണാകുന്നു നീ മണ്ണു കൊണ്ടു തീർത്തു നിന്നെ മണ്ണിലയക്കുന്നു ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ
ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിരേശം പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. കൈകളിലല്ലോ എന്ന് നമിക്കുന്നു. ചെയ്യുമ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ വിധേയരാക്കുകയും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ ശുദ്ധീകരിക്കുകയും ദൈവോജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നടത്തിയോ ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിന്റെ നടന്നു പോകുകയും എന്റെ സ്നേഹത്തോടുകൂടി ഉണ്ടായിരിക്കും. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരസുതനിനിയും ജയലാളിതനായി വരുമീതരയിൽ പുരുഷിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ
ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. വിശുദ്ധമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടായി കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. മന്നേതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നേതിൽ ജീവിച്ച നാളിൽ
വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സ്വർഗ കവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. സ്വർഗ കവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗ കവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും, മൃതരാന്തരങ്ങളുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റിക്കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃശ്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ നിശ്ചയായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മത്സ്യമരക്ഷരായ കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ.